Hi friends, once again welcome to my video blog AjayTechTips. ഞാൻ Ajay, നിങ്ങളെവർക്കും സുപരിചിതൻ. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് വിൻഡോസിൻ്റെ ഒരു അടിപൊളി അപ്ഡേറ്റിനെ കുറിച്ച് പറയാനാണ്. അപ്പോൾ അതെന്താ കാര്യങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ ഇടുന്ന ഇതേപോലത്തെ ടെക് പരമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ വരുള്ളൂ. പിന്നെ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അതെന്താ കാര്യം ഏതാ കാര്യമൊക്കെ നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം മൈക്രോസോഫ്റ്റ് വിൻഡോസ് 10 ലോഞ്ച് ചെയ്യുന്ന നേരത്ത് ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു. അതാണ് അവരുടെ ലാസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ലാസ്റ്റ് എന്ന് പറയാൻ വെച്ചാൽ പിന്നീട് അതിൻ്റെ മേലേക്ക് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവില്ല. വിൻഡോസ് വേർഷൻ 1 മുതൽക്ക് ലാസ്റ്റ് വിൻഡോസ് 10 ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അതിലായിരുന്നു ഏറ്റവും കൂടുതൽ ഗ്രാഫിക്സ് ഉള്ളത്. അപ്പം അപ്ഗ്രേഡേഷൻസ് ആയിട്ട് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് അപ്ഗ്രേഡേഷൻസ് പടിപ്പടിയായിട്ട് നമുക്ക് തരും എന്നും അവർ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അവർ ഇതുവരെ മിനിയാന്ന് വരെ അവരത് കീപ്പപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം മൈക്രോസോഫ്റ്റ് പുതിയൊരു OS ലോഞ്ച് ചെയ്യാണ്. ആ OSന്റെ പേരാണ് വിൻഡോസ് 11. 10 കഴിഞ്ഞു, 11 ആയി. ഓക്കെ, അപ്പോൾ ഈ ഒരു വിൻഡോസ് 11ന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് 10 നിന്നും നമ്മുടെ ആദ്യത്തെ പ്രിഡിസസേഴ്സ് നിന്നും മാറ്റം ഉള്ളത്. നമുക്കറിയാം മൈക്രോസോഫ്റ്റിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരുന്നു മൈക്രോസോഫ്റ്റ് ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അഥവാ ഡോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഈ ഒരു ഡോസ് എന്ന് ഇന്നത്തെ വിൻഡോസ് 10ലേക്ക് എത്തി നിൽക്കുമ്പോൾ കുറേ ഇവാലുവേഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ എന്താ പറയുക, ഈ ഒരു മാറ്റങ്ങൾ വരുന്ന ടൈമിൽ എല്ലായ്പ്പോഴും പറയുന്നത് ഏറ്റവും മികച്ച OS ആണ് അതിനുശേഷം വരുന്നതെന്നാണ്. 98-ന് ശേഷം ME ഇറക്കി, അത് മികച്ചതാന്ന് പറഞ്ഞു, പക്ഷെ അത് ഫ്ലോപ്പ് ആയിരുന്നു. പിന്നെ അതിനുശേഷം XP ഇറക്കിയപ്പോൾ വിൻഡോസ് XP ഇറക്കിയപ്പം അത് മികച്ച OS ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് വിസ്റ്റ ഇറക്കി, അത് സക്സസ് ആയില്ല. പിന്നെ 7 ഇറക്കിയപ്പം ഈ വിസ്റ്റേനേക്കാളും മികച്ച OS ആണ്, അത് ഭയങ്കര ക്ലിക്ക്. പിന്നെ 8 ഇറക്കി, 8.1 ഇറക്കി. 8-ൽ സ്റ്റാർട്ട് ബട്ടൺ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. 8.1-ൽ എന്തില്ല, സ്റ്റാർട്ട് ബട്ടൺ വീണ്ടും കൊണ്ടുവന്നു. പക്ഷെ അതും മികച്ചതാന്ന് പറഞ്ഞു. പക്ഷെ അതിലും മികച്ചതായിട്ട് വിൻഡോസ് 10 ലോഞ്ച് ചെയ്തു. ഞാൻ ഇത്ര നീട്ടി പറയാനുള്ള കാരണം ഒരു ഇവാലുവേഷൻ അല്ലെങ്കിൽ ആ ഒരു വിൻഡോസ് ഡോസ് എന്ന് ഇപ്പോഴത്തെ വിൻഡോസ് 10-ൽ എത്തി നിന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പം 10 ലാസ്റ്റ് ആണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് വന്നു. 10-ൽ തന്നെ പല മാറ്റങ്ങൾ വന്നു. കുറേ പാച്ചസ് അപ്ഡേറ്റ്സ് ഒക്കെ വന്നു. നമ്മളത് ചെയ്തിട്ടുണ്ട്. കുറേ പേര് അപ്ഡേറ്റ് ഓഫാക്കിയൊക്കെ വെച്ച് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് പണ്ട് നമ്മൾ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം വിൻഡോസ് വീണ്ടും പ്രഖ്യാപിച്ചു, മൈക്രോസോഫ്റ്റ് വീണ്ടും പ്രഖ്യാപിച്ചു, വിൻഡോസ് അല്ല മൈക്രോസോഫ്റ്റ് വീണ്ടും പ്രഖ്യാപിച്ചു വിൻഡോസ് 11 ഇറക്കുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്, അത് എപ്പോൾ നമുക്ക് കിട്ടും, പിന്നെ നമ്മുടെ ഇപ്പോൾ ഉള്ള സിസ്റ്റംസ് അതിന് ആപ്റ്റ് ആണോ, അതിൻ്റെ റിക്വയർമെന്റ്സ് എന്താ, അതാണ് ഈ ഒരു വീഡിയോ. ഈ ആമുഖം കുറച്ച് വലുതാണെങ്കിലും നമുക്ക് ആ കാര്യങ്ങളാണ് കൂടുതലായിട്ട് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈക്രോസോഫ്റ്റ് വിൻഡോസ് 11 നമുക്ക് സ്ക്രീനിൽ കാണാം അതിൻ്റെ ഒരു എഫക്റ്റ്. ഓക്കെ, ഈ വിൻഡോസ് 11-ൽ മൈക്രോസോഫ്റ്റ് അവർ പറയുന്നത് ഇതുവരെ മൈക്രോസോഫ്റ്റ് ഇറക്കിയതിൽ ബെസ്റ്റ് ഗ്രാഫിക്സ് ആയിരിക്കും എന്നാണ്. കാരണം എന്താ, ഡിസൈനേഴ്സിന് നമ്മളെ ഫോട്ടോഷോപ്പ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഡിസൈൻ ചെയ്യാനും, അതേപോലെ ബെസ്റ്റ് ഫോർ ഗെയിമേഴ്സ് നമുക്ക് PUBG അങ്ങനെയുള്ള ഗെയിംസ് കളിക്കാനൊക്കെ ബെസ്റ്റ് ആണെന്നും, അതേപോലെ തന്നെ വീഡിയോ എഡിറ്റിങ്ങിനൊക്കെ, അതായത് ഗ്രാഫിക്സിന്റെ ലെവല് വേറെയാണെന്നാണ് പറയുന്നത്. പിന്നെ ഈ ഒരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്ക് ഏതൊക്കെ സിസ്റ്റത്തിൽ പറ്റും എന്നാണ് പിന്നെ അടുത്ത നോക്കേണ്ടത്. നമുക്കറിയാം ബേസിക് സിസ്റ്റത്തിലൊന്നും ഇത് പറ്റില്ല. അപ്പോൾ അതിന് എന്തൊക്കെ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് നോക്കാം. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അതായത് സ്പെക്ക് എന്ന് പറയുന്നത് മിനിമം 1, ഇത് മിനിമം റിക്വയർമെന്റാണ് പറയുന്നത്. ഈ ഒരു മിനിമം ഇല്ലെങ്കിൽ സിസ്റ്റം വരെയൊക്കെ വർക്ക് ചെയ്യില്ല. നമ്മൾ പണ്ട് XP ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ മിനിമം 64 MB റാം വേണമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പോൾ ഉള്ള ഇതിന്റെ സ്പെക്ക് പറയുന്നത് 1 GHz ഡുവൽ കോർ സിസ്റ്റം, അതായത് സിംഗിൾ കോർ ആയിട്ട് പഴയ P4-ലൊന്നും ഇത് വർക്ക് ചെയ്യില്ലാന്ന് സാധനം. പിന്നെ പറഞ്ഞു 4 GB റാം ആണ്, മിനിമം 4 GB. പക്ഷെ ഇപ്പൊ എല്ലാവരും 4 GB ഒക്കെ ഉണ്ട്. പക്ഷെ എന്താ, 8 GB ആക്കി കഴിഞ്ഞാൽ അത്രയും നല്ലത്. സോ മിനിമം 4 GB റാം വേണം. പിന്നെ ഹാർഡ് ഡിസ്ക് അല്ലെങ്കിൽ SSD മിനിമം 64
GB വേണം അതിൽ ഇൻസ്റ്റാൾ ചെയ്യാനും അതിന് വർക്ക് ചെയ്യാനും എന്നാണ് പറയുന്നത്. പിന്നെ DirectX 12+ വേണം, അല്ലെങ്കിൽ DirectX ഇല്ലെങ്കിൽ WDDH 2.0 വേണം. പിന്നെ ഇതിന്റെ വീഡിയോ റെസൊല്യൂഷൻ പറഞ്ഞാൽ മിനിമം 720p പിക്സൽ എങ്കിലും HD ഡിസ്പ്ലേ. SD വർക്കില്ല, 320 എല്ലാ HD തന്നെയാണ്, HD ഫുൾ HD 4K വരെ എത്തി. ഇത് പറയും മിനിമം ആണ് പറയുന്നത് HD ഡിസ്പ്ലേ ആണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് മാത്രം മതി, പോരാ. ഇത് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റി വേണം. ഇത് വർക്ക് ചെയ്യിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഇന്റർനെറ്റ്, വെറും CD മാത്രം പെൻഡ്രൈവിൽ പറ്റില്ല. സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെയാണ് അവർ പറയുന്നത്. ഇന്റർനെറ്റ് കണക്ടിവിറ്റി വേണം. പിന്നെ അതിൽ മൈക്രോസോഫ്റ്റിന്റെ ഒരു അക്കൗണ്ട്, അതായത് ഹോട്ട്മെയിൽ അക്കൗണ്ടും കൂടെ വേണം. കാരണം അത് എടുത്താൽ മാത്രമേ ഉള്ളൂ. അപ്പൊ പൈറസി ഒക്കെ അവർ, എനിക്ക് തോന്നുന്ന കുറേയൊക്കെ അതിന്ന് പോകും. എന്നിട്ടും അത് ക്രാക്ക് ചെയ്യുന്ന ആൾക്കാർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം Windows 10 വന്നപ്പോഴും അങ്ങനെ തന്നെ പറഞ്ഞു. അപ്പൊ അതില്ലാണ്ട് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. ബി ജെനുവിൻ, കാരണം നമ്മളെപ്പോഴും ഒറിജിനൽ OS യൂസ് ചെയ്യുക. ഞാൻ ഒറിജിനൽ OSനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. എൻ്റെ വിൻഡോസും ഒക്കെ ഒറിജിനൽ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒറിജിനൽ ആകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് അപ്ഡേറ്റ്സ് കിട്ടും. അതേപോലെ തന്നെ വേറൊരു ആന്റിവൈറസിന്റെ ആവശ്യമില്ല. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. കാരണം എന്താ, മൈക്രോസോഫ്റ്റിന്റെ ഡിഫൻഡർ എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ആന്റിവൈറസ് ഇൻ ദ വേൾഡ് ആണ്. അപ്പൊ നമുക്ക് ഒറിജിനൽ OS ആണെന്ന് നമുക്ക് ധൈര്യമായിട്ട് ഡിഫൻഡർ അപ്ഡേറ്റ് ചെയ്യാൻ ഡിഫൻഡർ യൂസ് ചെയ്യാം. ഞാൻ ലാപ്ടോപ്പ് വാങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 1.5 കൊല്ലത്തിന്റെ അടുത്ത്, കഴിഞ്ഞതിന്റെ മുന്നത്തെ ഡിസംബർ 25-നാണ് ഞാൻ വാങ്ങിയത്. 2019 ഡിസംബർ 25-നാണ് വാങ്ങിയത്. ഞാൻ അതിൽ ഒരു ആന്റിവൈറസും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. അതിന്റെ ഡിഫൻഡർ പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യാണ് ചെയ്തത്. കാരണം ഇത് ഒറിജിനൽ വിൻഡോസ് 10 ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുവിധം വൈറസ് ഇന്ന് വരെ വന്നിട്ട്, ഇനി അങ്ങോട്ടേക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, ഇന്ന് വരെ എനിക്ക് അതിലൊരു ഇഷ്യൂവും വന്നിട്ടില്ല. സോ നിങ്ങൾക്കും അത് ചെയ്യണമെങ്കിൽ, കാരണം നമ്മൾ കൊല്ലം കാസ്പ്രസ്കി ഒക്കെ വാങ്ങി 800 രൂപ കൊടുക്കുന്നതിനേക്കാളും ഭേദം നിങ്ങളൊരു ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ ഒരു 4000 രൂപ അല്ലെങ്കിൽ 3000 രൂപ അധികം കൊടുത്താൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, വിൻഡോസ് ഒറിജിനൽ OS കിട്ടും. ഇപ്പൊ ഈ വിൻഡോസ് 11 5G സപ്പോർട്ടഡ് ആണ്. അതാണ് ഏറ്റവും ഒരു ഹൈലൈറ്റ്. 5G സപ്പോർട്ടഡ് ആണ്. പിന്നെ എന്താണ്, ഇനി നിങ്ങൾ അറിയേണ്ടത്, ഈ ഒരു വിൻഡോസ് OS എപ്പം നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് അവർ പറയുന്നത് ജനുവരി 2022 മുതൽ ഒരു തടസ്സങ്ങളും മൈക്രോസോഫ്റ്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ ജനുവരി 22 മുതൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വിൻഡോസ് 10 നമ്മുടെ വിൻഡോസ് 11 അപ്ഗ്രേഡ് ചെയ്യാം. അപ്പൊ ഈ പറയുന്ന റിക്വയർമെന്റ് ഉള്ള സിസ്റ്റംസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. ഇന്നലെ ഞാൻ ഈ ഒരു മൈക്രോസോഫ്റ്റ് വിൻഡോസ് 11 ഒരു ഫീച്ചർ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ആപ്സും കൂടെ എന്ത് ചെയ്യാൻ പറ്റും, അതിൽ കാണാൻ പറ്റും. അതിന്റെ ഗുണങ്ങളൊക്കെ ഇന്നലത്തെ വീഡിയോ കാണാം. അതിന്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. തമ്മിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പൊ ഈ ഒരു വീഡിയോ മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്ത് എല്ലാവർക്കും യൂസ്ഫുൾ ഉള്ള വീഡിയോ ആണ്. അതുകൊണ്ട് മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യാം. അപ്പൊ മറ്റൊരു വീഡിയോയിൽ നമ്മൾ കാണാതെ ഗുഡ് ബൈ, സ്റ്റേ സേഫ്.